പാർലമെന്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാൽ VVIPകൾക്ക് ട്രീറ്റ് നൽകാൻ അറിയാം. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ? നരേന്ദ്രമോദി ബഹുമാനിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചിൽ തറയ്ക്കുകയാണ് ഈ ചോദ്യങ്ങൾ. ആരെയാണ് മോദി ഭയപ്പെടുന്നത്? ഇനി അങ്ങനെ ഒരു അവസ്ഥ അല്ല എങ്കിൽ എന്തുകൊണ്ട് പാർലമെന്റിൽ വരുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. എത്രമാത്രം സർക്കാരിനെ അനുകൂലിക്കുന്നവരായാലും BJP രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരായാലും മോദിക്ക് നേരെ ന്യായമായ ആവശ്യത്തിനാണ് ഈ പൊതുസമൂഹം വിരൽ ചൂണ്ടുന്നത് എങ്കിൽ അതിനെ വെള്ളപൂശാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇത് മോദി സർക്കാരിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ഭയപ്പെടുത്തുകയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മൗനം. രാജ്യം നാഥനില കളരിയായോ? രാജ്യതലസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യമുണ്ടാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാരിന് തിരുത്തലിനും കർക്കശമായ നിയമം കൊണ്ടുവരാനും നിർബന്ധിതരാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം ചൂണ്ടിക്കാണിച്ച് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. വിദ്യാർത്ഥി സമരം അവസാനിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതുവരെ സഭയിൽ എത്തിയിട്ടില്ല. വർഷകാല സമ്മേളനം ആരംഭിച്ച ശേഷം നരേന്ദ്രമോദി സഭയിൽ ഒരു ചർച്ചയിലും പങ്കാളിയായിട്ടില്ല. പാർലമെന്റിൽ ഉണ്ടായിട്ടും അമിത്ഷാ സഭയിലെത്താൻ കൂട്ടാക്കിയില്ല. എന്തുകൊണ്ട്? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്തുകൊണ്ട് പാർലമെന്റിന്റെ 2 സഭകളെയും അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും. ജൂലൈ 20 വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നടന്ന അടിച്ചമർത്തൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തി വരികയാണ്. CJP പ്രതിഷേധത്തിലെ പോലീസ് നടപടി കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് വിഷയവും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും മറ്റ് കക്ഷികളും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ജൂലൈ 20 ദില്ലിയിൽ CJP നടത്തിയ മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ ദില്ലി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും നടത്തിയ ബലപ്രയോഗത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കണ്ണീർവാതകം, ആണിയടിച്ച ലാത്തികൾ, പെല്ലറ്റ് ഗണ്ണുകൾ എന്നിവ ഉപയോഗിച്ചതിനെക്കുറിച്ച് അമിത്ഷാ മറുപടി പറയണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ജനാധിപത്യപരമായി ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് സർക്കാരുകൾ ബില്ലുകൾ ബലമായി പാസാക്കിയെടുക്കാൻ ശ്രമിക്കുകയല്ലേ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ചോദ്യങ്ങളെ ഭയന്നാണ് പാർലമെന്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നും അവർ പറയുന്നു. ആഭ്യന്തരമന്ത്രിയുടെ വിട്ടുനിൽക്കലിൽ CJPയും രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടേതാണ്, അത് രാജ്യത്തെ ജനങ്ങളുടേതാണ്. ഇന്ത്യയിലെ ജനങ്ങളെ, അവിടുത്തെ കുട്ടികളെ CRPFന് കീഴിലുള്ള ദില്ലി പോലീസും RIFും ചേർന്ന് ക്രൂരമായിട്ടല്ലേ മർദ്ദിച്ചത്. ചിലർക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മറുപടി പറയേണ്ടത് അമിത്ഷായാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി എന്തുകൊണ്ടാണ് പാർലമെന്റിൽ അദ്ദേഹം വരാത്തത്? തന്റെ സേനയുടെ ക്രൂരതയ്ക്ക് അദ്ദേഹം മറുപടി നൽകണം. എന്തായാലും ഉത്തരവാദിത്വം നിശ്ചയിക്കപ്പെടേണ്ടതുണ്ട്. CJP വക്താവ് സൗരവ് ദാസിന്റെ വാക്കുകളാണിത്. അതേസമയം പ്രതിപക്ഷം പാർലമെന്റിൽ തന്റെ സാന്നിധ്യം ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തി വരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചൊരു പരാതി ഉയരുന്നുണ്ട്. വിമത തൃണമൂൽ AAP MPമാർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി അദ്ദേഹം സ്വീകരിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP രാജ്യസഭാ MPമാർക്കടക്കമാണ് പ്രഭാത വിരുന്നൊരുക്കിയത്. 37 MPമാർ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി MPമാർക്ക് മാർഗനിർദ്ദേശം നൽകുകയും യുവാക്കളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഫലപ്രദമായ വഴികൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം അമിത്ഷായുടെയും മൗനം രാജ്യത്തെയും ഒപ്പം നരേന്ദ്രമോദി സർക്കാരിനെയും ബഹുമാനിക്കുന്ന ഒരു ജനസമൂഹത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്, സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.